മിമിക്രിയിലൂടെ സിനിമയിലേക്ക് വന്ന ഒരുപാട് നടന്മാര് നമ്മുടെ മലയാള സിനിമയിലുണ്ട്. എന്നാൽ മിമിക്രിക്കാരനായിട്ടും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും പിന്നീട് നായകനായിട്ടൊക്കെ വന്ന് ദേശീയ പുരസ്കാരം വരെ സ്വന്തമാക്കിയ ഒരാളാണ് നമ്മുടെ സ്വന്തം ജയസൂര്യ. ഇന്ന് ജയസൂര്യയുടെ ജന്മദിനമാണ്. അപ്പൊ ജയസൂര്യനെ കുറിച്ചുള്ള ചില രസകരമായിട്ടുള്ള ചില എൻ്റെ അറിവുകൾ, ചില പഴയ കഥകളും പുതിയ കഥകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഊമപ്പെണ്ണിന് ഉരയാടാ പയ്യൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ജയസൂര്യ നായകനാവുന്നത്. അല്ലെങ്കിൽ മലയാളികൾക്ക് എന്താ പറയാ പരിചിതമായി തുടങ്ങിയത് ആ ഒരു സിനിമയിലൂടെയാണ്. പക്ഷെ അതിന് മുമ്പേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഈ കലാരംഗത്തുണ്ട്. നമുക്കൊക്കെ അറിയാം, അദ്ദേഹം കോട്ടയം നസീറിന്റെ ട്രൂപ്പിലൂടെയാണ് നമ്മളൊക്കെ ആദ്യം കണ്ടു തുടങ്ങിയത്. അദ്ദേഹം ചാനൽ അവതാരകനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എറണാകുളംകാർക്കൊക്കെ അദ്ദേഹത്തെ വളരെയധികം പരിചിതമായിരിക്കും. കാരണം അന്ന് ACV-ലൊക്കെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. കാരണം ഊമപ്പെണ്ണ് ഉരയാടാ പയ്യൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയൊക്കെ ഇറങ്ങുന്ന ഒരു സമയത്ത് ഇവർക്കൊക്കെ ജയസൂര്യ ഓൾറെഡി എറണാകുളംകാർക്ക് പ്രത്യേകിച്ച് നന്നായിട്ട് അറിയാം. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ അദ്ദേഹം മലയാളത്തിൽ ഹിറ്റായ കുറെ സിനിമകളുടെ അഭിനയിക്കാൻ ചാൻസ് വെച്ച് പോയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സിനിമയായിരുന്നു പൂക്കാലം വരവായി. പൂക്കാലം വരവായി എന്ന് പറയുന്ന സിനിമ കമല് സംവിധാനം ചെയ്ത് ജയറാം നായകനായി അഭിനയിച്ച സിനിമയാണ്. അതിൽ കാവ്യമാധവൻ അഭിനയിച്ചിട്ടുണ്ട്. ബേബി ഷാമിലിനെയാണ് കാവ്യമാധവനും അതിൽ ഒരു സ്കൂൾ കുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വെച്ച് ജയസൂര്യക്ക് അന്നൊരു 12-13 വയസ്സേ ഉണ്ടാവുള്ളൂ. ചാൻസ് വെച്ചിട്ട് കമലിന്റെ അടുത്ത് ചെന്നിട്ടുള്ള ആളാണ് ജയസൂര്യ. ഇതേപോലെ വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിദ്ദിഖ് ലാലിന്റെ ആ ഒരു സിനിമ ഒരു വലിയൊരു സെറ്റ് ഇട്ട്, നമുക്കറിയാം കോളനിയൊക്കെ സെറ്റ് ഇട്ടിട്ടാണ് അവർ ഷൂട്ട് ചെയ്തിരുന്നത്. അന്ന് അവിടെ അഭിനയിക്കാൻ ചാൻസ് വെച്ചിട്ട് ചെന്നിട്ടുള്ള ആളാണ് ജയസൂര്യ. അങ്ങനെ സ്ഥിരമായിട്ട് ചാൻസ് വെച്ച് നടന്നിരുന്ന ഒരാളാണ്. കോട്ടയം നസീറിന്റെ തന്നെ ട്രൂപ്പിൽ കയറി പറ്റാൻ വേണ്ടി കോട്ടയം നസീറിന് കത്ത് എഴുതിയിട്ടും അങ്ങനെയൊക്കെ നടന്നിരുന്നതായിരുന്നു. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഒരു നടനാണെന്നാണ് എല്ലാവരും, ഇൻഡസ്ട്രിക്കകത്തുള്ള എല്ലാവരും ജയസൂര്യയുടെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ പറയാനുള്ളത്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ജയസൂര്യ കുറെ സിനിമകളിൽ പിന്നീട് അഭിനയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ മിമിക്രിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അഭിനയത്തിനോടുള്ള പാഷൻ മൂത്ത് ലൊക്കേഷണൽ ചാൻസ് വെച്ചാലും കിട്ടണ സിനിമകളിലൊക്കെ അഭിനയിക്കും. അങ്ങനെ കുറച്ച് സിനിമകൾ എൻ്റെ ഓർമ്മയിൽ, എൻ്റെ അറിവിലുള്ള കുറച്ച് സിനിമകളുണ്ട്. അതിലൊന്നാണ് ത്രീമൻ ആർമി എന്ന് പറഞ്ഞ സിനിമ. നമുക്കറിയാം ത്രീമൻ ആർമി ഈ അടുത്ത് അന്തരിച്ച സംവിധായകൻ നിസാർ സംവിധാനം ചെയ്ത സിനിമയാണ്. ദിലീപും ഇന്ദ്രൻസും ഒക്കെ അഭിനയിച്ച സിനിമ. അതിൽ ഒരു സിനിമ തിയേറ്ററിൻ്റെ അകത്തിരിക്കുന്ന കുറച്ച് ആളുകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ അതിൽ ജയസൂര്യ ഉണ്ട്. നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇതുപോലെ തന്നെ KL7 എറണാകുളം നോർത്ത് ഒരു ഓട്ടോ ഡ്രൈവർമാരുടെ ഒരു ഷമ്മി തിലകനും ഇടവള ബാബു ഒക്കെ കുറെ പേര് അഭിനയിച്ചിട്ടുണ്ട്. ഷമ്മി തിലകനാണ് അതിന്റെ ലീഡ്. അതിലൊരു ജ്വല്ലറിയിൽ സെയിൽസ്മാൻ ആയിട്ട് ജയസൂര്യ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ സിനിമ കാണുമ്പോൾ ജയസൂര്യയുടെ മുഖം പോലും ഒരു മിന്നായം പോലെ വന്നു പോകുന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹമാണ് എന്ന് ഇന്ന് നമുക്കറിയാം, അദ്ദേഹത്തെ അറിയുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ അഞ്ചര കല്യാണം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഈ അടുത്ത് VMനും അദ്ദേഹത്തിന്റെ അഞ്ചര കല്യാണം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു സ്റ്റില്ലെന്ന് അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു. അതിൽ ആ കൂട്ടത്തിൽ ജയസൂര്യ നിൽക്കുന്നുണ്ട്. പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ കുറെ ചർച്ചയായിരുന്നു. കാരണം അന്ന് ജയസൂര്യനൊന്നും ആർക്കും അറിയാത്തത് കൊണ്ട് അന്നൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോയി. അന്നത്തെ മാഗസീനിലൊക്കെ വന്നിരുന്നു തോന്നുന്നു ആ ഫോട്ടോയൊക്കെ. പിന്നെ അതേപോലെ പത്രം എന്ന് പറയുന്ന ഒരു സിനിമ, അതിലൊരു റിപ്പോർട്ടറായിട്ട്, പത്രത്തിൽ എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു ക്യാൻവാസ് ചെയ്ത സിനിമയുടെ കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പല സീൻസിലും ഉണ്ട്. അതിൽ റിപ്പോർട്ടറായിട്ട് ഇരിക്കുന്ന കൂട്ടത്തിൽ ജയസൂര്യ ഉണ്ട്. ഇതിലൊന്നും ഒരു ഡയലോഗോ കാര്യങ്ങളോ ഒന്നും ജയസൂര്യക്ക് ഇല്ല. പക്ഷെ ജയസൂര്യ അതൊക്കെ ചെയ്തുകൊണ്ട് നടന്നു. ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ചില സീരിയൽസിലൊക്കെ അതിൽ ജയസൂര്യയുടെ ഡെഡിക്കേഷനെ കുറിച്ച് പറയുമ്പോഴാണ് നടൻ ഇർഷാദ്, നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രിയങ്കരായ നടൻ ഇർഷാദ് ഒരുപാട് വർഷമായിട്ട് സിനിമയിലുള്ളതാണ്. അദ്ദേഹം സീരിയലിൽ ഒരു ഭയങ്കര സ്റ്റാർ ആയിരുന്നു, നായകനായിട്ട് അഭിനയിച്ചിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സീരിയലിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ട് അഭിനയിക്കുന്ന സുഹൃത്തിന്റെ ഒരു കഥാപാത്രം ചെയ്തിരുന്ന ആളായിരുന്നു ജയസൂര്യ. ജയസൂര്യ ഒരിക്കൽ ഇതേപോലെ തന്നെ ഏതോ ഒരു ദൂരത്തുനിന്ന് കോഴിക്കോട് എവിടെയൊക്കെ മിമിക്രിയൊക്കെ ചെയ്ത് രാത്രി വന്നു കഴിഞ്ഞപ്പോൾ ഇർഷാദിന്റെ റൂമിലാണ് അന്ന് കിടന്നിരുന്നത്. കാരണം അന്ന് ജയസൂര്യക്ക് റൂമില്ല, ഇർഷാദിന് റൂമുണ്ട്. ഇപ്പൊ ജയസൂര്യക്ക് എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വീണ്ടും രാവിലെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഇർഷാദിനോട് ചോദിച്ചു, ഞാൻ ഈ റൂമിൽ കിടന്നോട്ടെ എന്ന് വെച്ചു. രാത്രി എപ്പോഴോ ജയസൂര്യ വന്നു, റൂമിൽ കയറി. പുലർച്ചെ ഇർഷാദ് എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന ജയസൂര്യ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. കാരണം അത്ര ഡെഡിക്കേറ്റഡ് ആണ്. കാരണം ഉറക്കമൊന്നും ഇല്ലാതെ അടുത്ത ദിവസത്തെ ഷോവിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആണ്. കാരണം കോട്ടൺ നസീറിന്റെ ട്രൂപ്പിൽ ജയസൂര്യ ഡാൻസും ചെയ്തിട്ടുണ്ടായിരുന്നു, മിമിക്രിയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ജയറാമിന്റെ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പറയുന്ന ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് അന്ന് സ്ഥിരം ഈ സ്റ്റേജ് ഷോസിനൊക്കെ
ഇവരുടെ കോട്ടൺ മ്യൂസിക്കിന്റെ ട്രൂപ്പിൽ ജയറാമിന്റെ ആ ഒരു വേഷം കെട്ടിയാടിയിരുന്നത് ജയസൂര്യായിരുന്നു. പിന്നെ ജയസൂര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് കുഞ്ചാക്കോ ബോബന്റെ ഭയങ്കര ആരാധകനായിരുന്നു. അനിയത്തിപ്പ പറഞ്ഞ സമയത്ത് കുഞ്ചാക്കോ ബോബന്റെ ഒരു ഡ്യൂപ്പായിട്ടോ ഒക്കെ ജയസൂര്യക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ജയസൂര്യ. പിന്നെ ദോസ്ത് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് നമുക്കറിയാം, അതിലാണ് ഒരു സീൻ, അതിലും ഡയലോഗൊന്നുമില്ല, പക്ഷെ ദിലീപിന്റെ അടുത്ത് തല്ല് വാങ്ങുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു അത്. മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആരോ അഭിനയിക്കാൻ ഇരുന്നിട്ട് ശരിയാവാതെ അന്ന് ലൊക്കേഷനിൽ ഇങ്ങോട്ട് ജഗതി ശ്രീകുമാറിന്റെ ഒരു കത്തുമായിട്ട് സംവിധായകൻ തുളസിദാസിനെ കാണാൻ വന്ന് അങ്ങനെ അതിൽ ആ കുറച്ച് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റിനെക്കാട്ടും കുറച്ചുകൂടി പ്രാധാന്യമുള്ള ഒരു റോള് തുളസിദാസ് കൊടുത്തിട്ടാണ് ജയസൂര്യ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ നമുക്കറിയാം ഊമപ്പെണ്ണ്. അപ്പൊ ഈ ഊമപ്പെണ്ണിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഊമപ്പെണ്ണ് മുതൽ ഇതുവരെയുള്ള ഒരു 20-23 വർഷം എടുത്തു കഴിഞ്ഞാൽ മറ്റു ചില നടന്മാർക്ക് ചെയ്യാൻ സാധിക്കാതെ പോയ കുറേ സിനിമകൾ ജയസൂര്യയുടെ കയ്യിലോട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സിനിമ തന്നെയാണ് ഊമപ്പെണ്ണൂരയുടെ പയ്യൻ. അതിൽ നമുക്കറിയാം ദിലീപായിരുന്നു ആദ്യം നായകൻ. ദിലീപിനെയും കാവ്യമാധവനെയും വെച്ചാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ പല ചില പ്രശ്നങ്ങൾ കാരണം, അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ദിലീപ് സിനിമയിൽ നിന്ന് മാറി. അങ്ങനെയാണ് ഒരു പുതുമുഖത്തിനെ അന്വേഷിച്ച് നടന്നിരുന്ന വിനയന് ജയസൂര്യനെ അതിലേക്ക് കാസ്റ്റ് ചെയ്തത്. ആ സിനിമ ഭയങ്കര വിജയമായിരുന്നു. പിന്നെ തമിഴിലും നിങ്ങൾ തെലുങ്കിലൊക്കെ ആ സിനിമ റീമേക്ക് ചെയ്തപ്പോഴൊക്കെ അതിൽ ജയസൂര്യ തന്നെയാണ് അഭിനയിച്ചത്. ഇതേപോലെയായിരുന്നു ചതിക്കാത്ത ചന്തു ആദ്യം ദിലീപിനെ വെച്ചാണ് ആലോചിച്ചിരുന്നത്. പിന്നീട് ദിലീപിന്റെ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് കഥയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് അന്ന് പുതുമുഖം എന്ന് പറയാം ഒരു 3-4 പടം കഴിഞ്ഞ് നിൽക്കുന്ന ജയസൂര്യനെ റാഫി മെക്കാട്ടിൻ അതിലേക്ക് കാസ്റ്റ് ചെയ്യണം. അങ്ങനെ ചതിക്കാത്ത ചന്തു ജയസൂര്യക്ക് ഒരു എന്താ പറയാ വലിയൊരു ബ്രേക്ക് തന്നെയായിരുന്നു, ഭയങ്കര ഒരു ഹിറ്റ് തന്നെയായിരുന്നു ആ ഒരു സിനിമ. അതുവരെയുള്ള ജയസൂര്യയുടെ സിനിമകൾ എനിക്ക് ഏറ്റവും വലിയൊരു ബഡ്ജറ്റ് ചെയ്ത ഒരു സിനിമയാണ് ചതിക്കാത്ത ചന്തു. പിന്നീട് അതുപോലെ തന്നെ ജയസൂര്യ കരിയറിൽ വന്ന ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെയാണ് തമിഴില് വലിയൊരു സിനിമ വസൂൽ രാജ MBBS എന്ന് പറയുന്ന കമൽഹാസന്റെ സിനിമ. അതില് ഒരു 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 ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു ചെറിയൊരു റോള്, പക്ഷെ നല്ലൊരു റോളായിരുന്നു. അത് ധനുഷായിരുന്നു അന്ന്. ശരിക്കും പറഞ്ഞാൽ ജയസൂര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സിനിമയുടെ അനൗൺസ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കമൽഹാസൻ, പ്രഭു, ധനുഷ് ഒന്നിക്കുന്ന വസൂൽ രാജ MBBS എന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ധനുഷ് അന്ന് നായക വേഷമൊക്കെ ചെയ്യുന്ന സമയം ആയതുകൊണ്ടാണോ കുറെ തിരക്കുകളുള്ളതുകൊണ്ടാണോ ധനുഷിന് ആ റോള് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്വപ്നക്കൂട് എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് ഇവിടെ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് അത് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ ഇവരൊരു മലയാളത്തിൽ നിന്നൊരു നടനെ അന്വേഷിച്ച് ജയസൂര്യനെ അതിലേക്ക് കൊണ്ട് കാസ്റ്റ്. അങ്ങനെ കമൽഹാസന്റെ കൂടെയാണ് ജയസൂര്യ തമിഴിൽ എൻട്രി ചെയ്യണത്. അതിനുശേഷം കുറച്ച് തമിഴ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ധനുഷിന്റെ തിരക്ക് കാരണം ജയസൂര്യക്ക് കോൾ അടിച്ചു തന്നെ പറയാം. പിന്നെ എനിക്കൊന്ന് ഇയൂബിന്റെ പുസ്തകം, അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി, ഈ സിനിമകളൊക്കെ എനിക്ക് തോന്നുന്നു വേറെ ചില നടന്മാരെയൊക്കെ വെച്ചായിരുന്നു ആദ്യം അനൗൺസ് ചെയ്തിരുന്നത്. എനിക്കൊന്ന് ഇയൂബിന്റെ പുസ്തകത്തിൽ ഒരു വില്ലൻ റോളാണ് ജയസൂര്യയുടെ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള റോളാണ്. 7-8 സീൻസേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ആസിഫ് അലീനെ ഇവര് അപ്രോച്ച് ചെയ്തിരുന്നു തോന്നുന്നു. ആസിഫിന്റെ തിരക്ക് കാരണമാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഞാൻ അന്ന് അവിടെ വായിച്ചൊരു അറിവാണ്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ അന്ന് നമ്മളോടൊന്ന് ഷെയർ ചെയ്യുക. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന ഒരു സിനിമയും അതുപോലെ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു. മറ്റ് ചില യുവ നടന്മാരെയൊക്കെ നോക്കിയിട്ട് അവസാനമാണ് ജയസൂര്യയിലേക്ക് എത്തിയത്. പിന്നെ മങ്കിപ്പൻ, ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ എന്ന് പറയുന്ന സിനിമ, അത് ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതിന്റെ ഡയറക്ടേഴ്സിനൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. ആ സിനിമ ജയസൂര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് വേറെ ചില നടന്മാരെ അന്വേഷിച്ചിട്ട് അവര് അപ്രോച്ച് ചെയ്തിട്ട് അവർ ചെയ്യാതെയാണ് ജയസൂര്യയിലേക്ക് എത്തിയത്. ശരിക്കും കുട്ടികളുടെ ഒരു കഥയാണ് ശരിക്കും അത്. പക്ഷെ ജയസൂര്യയും ആ കുട്ടിയുടെ അച്ഛനായിട്ട് ജയസൂര്യയും രമ്യ നമ്പീഷനായിരുന്നു. പക്ഷെ ജയസൂര്യ പറഞ്ഞാൽ എനിക്ക് ആ ക്യാരക്ടർ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ജയസൂര്യ പ്രത്യേകം നമുക്കറിയാം നായകനായിട്ട് മാത്രമല്ല അദ്ദേഹം വില്ലനായിട്ടും എല്ലാ റോൾസും ചെയ്യുന്നതാണ്. അദ്ദേഹം ഹീറോ ആയി നിൽക്കുന്ന ഒരു ടൈമിൽ തന്നെയാണ് അദ്ദേഹം കങ്കാരു പോലത്തെ സിനിമകളും വൈരം പോലത്തെ സിനിമകളൊക്കെ ചെയ്തത്. അതിലേറ്റവും പ്രധാനം എടുത്തു പറയേണ്ട ഒന്ന് ഷാജി പാപ്പൻ. നമുക്കറിയാം ആട് ശരിക്ക് ഇവര് മിഥുൻ മാനുവൽ ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് വിജയബാബുവിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതിൽ ആ ലീഡ് റോള് വിജയബാബുവിനെ വെച്ച് ഷോർട്ട് ഫിലിം. പക്ഷെ പിന്നീട് കഥ എങ്ങനെ ഡെവലപ്പായി വന്നിട്ടാണ് അത് ജയസൂര്യയിലേക്ക് എത്തിയത്. ആ ഒരു സിനിമ നമുക്കറിയാം ആട് എന്നത്ര വലിയ വിജയമില്ലെങ്കിലും ആട് 2 എവിടെ എത്തി നമുക്ക്. ഇപ്പത്തെ ആട് 3 നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിലെ ഒരു സിനിമയായിരിക്കും എന്നാണ് പറയുന്നത്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ജയസൂര്യ എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ കുട്ടികൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ ജയസൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി പാപ്പനാണ്. അപ്പോൾ ആട് ജയസൂര്യക്ക് അങ്ങനെ കയ്യിൽ വന്നു ചേർന്ന ഒരു ഭാഗ്യമാണ് ജയസൂര്യക്ക്. ജയസൂര്യ ഊമപ്പെണ്ണൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് അത് കഴിഞ്ഞ് 1-2 സിനിമകൾ അത്ര ക്ലിക്കാവാതെ പിന്നെ ക്ലിക്കായ ഒരു സിനിമയാണ് സ്വപ്നക്കൂട്. അത് പൃഥ്വിരാജിനും ജയസൂര്യക്കും കുഞ്ചാക്കോനും ഒക്കെ ഒരു വലിയൊരു വിജയം തന്നെയായിരുന്നു ആ ഒരു സമയത്ത് സ്വപ്നക്കൂട് കഴിഞ്ഞിട്ട് അന്ന് ലോഹിദാസ് അനൗൺസ് ചെയ്തൊരു സിനിമ, ആക്ച്വലി മുടങ്ങിപ്പോയ ചക്രം. നമുക്കറിയാം കമൽ ഡയറക്ട് ചെയ്ത ലോഹിദാസ് സ്ക്രിപ്റ്റ് എഴുതി മോഹൻലാലും ദിലീപും വിദ്യാബാലനൊക്കെ ആയിരുന്നു അന്ന് ചക്രം. ആ ചക്രം മുടങ്ങിപ്പോയി. കുറച്ച് കാലം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് ലോഹിദാസ് വീണ്ടും അത് ഒന്ന് പൊടിയിട്ടി എടുത്തിട്ട് ലോഹിദാസ് ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തപ്പോൾ അനൗൺസ് ചെയ്തത്
പൃഥ്വിരാജും ജയസൂര്യയായിരുന്നു. നമുക്കറിയാം അന്നത്തെ ഒരു യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ജയസൂര്യ ഒരു കോംബോ ആയിരുന്നു. ജിഷ്ണു സിദ്ധാർത്ഥ് ഇതൊക്കെയായിരുന്നു അവർ 2002 കാലഘട്ടങ്ങളിലെ ഒരു ഹിറ്റ് കോംബോ. പക്ഷെ ജയസൂര്യ ആ സമയത്ത് പുലിവാലി കല്യാണം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു തിരക്കായതുകൊണ്ട് നായക വേഷം ചെയ്യുന്നതുകൊണ്ട് ജയസൂര്യ അത് ഒഴിവാക്കിയിട്ടാണ് നൂലുണ്ട സിനിമ ചെയ്തത്. വിജീഷ് എന്ന് പറയുന്ന നൂലുണ്ട എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്ത് മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു നടനാണ് നൂലുണ്ടയാണ് ആ ഒരു വേഷം ചെയ്തത്. ജയസൂര്യക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇത് പാതരാമണൽ എന്ന് പറഞ്ഞ പത്മകുമാർ ഡയറക്ട് ചെയ്തൊരു സിനിമയുണ്ട്. ഉണ്ണിമൂന്തനാണ് ശരിക്കും അതിലെ ഒരു മെയിൻ റോള്. അതിലൊരു ഉണ്ണിമൂന്തന്റെ അച്ഛന്റെ റോളാണ് ശരിക്കും ജയസൂര്യ ചെയ്തത്. ആ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് വന്ന സമയത്ത് 2008 ആ സിനിമ ആദ്യം അനൗൺസ് ചെയ്തത്. അന്ന് പൃഥ്വിരാജ് ആയിരുന്നു. നമുക്കറിയാം പൃഥ്വിരാജ് പത്മകുമാറിന്റെ ഒരുപാട് സിനിമകൾ, തുടക്കകാലത്ത് പൃഥ്വിരാജിന്റെ സിനിമകൾ ഏറ്റവും കൂടുതൽ ഡയറക്ട് ചെയ്തിട്ടുള്ള വിനയനും പത്മകുമാറൊക്കെയാണ്. വർഗവും വാസ്തവവും ഒക്കെ പോലത്തെ സിനിമകൾ, അമ്മക്കിളിക്കൂട്, ഇതൊക്കെ പത്മകുമാറാണ് ചെയ്തിട്ടുള്ളത്. അന്ന് പത്മകുമാർ പൃഥ്വിരാജ് കോമ്പോലാണ് പാതരാമണൽ അനൗൺസ് ചെയ്യുന്നത്. പക്ഷെ പൃഥ്വിരാജിന്റെ തിരക്ക് കാരണം പിന്നീട് അത് ജയസൂര്യയായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങി ആ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ്, ആ തുടക്കത്തെ പഴയ കാലഘട്ടത്തിലെ സീക്വൻസ് എല്ലാം ജയസൂര്യനെ വെച്ചെടുത്തു. പക്ഷെ പിന്നെ പല എന്തൊക്കെയോ കാരണങ്ങളോട് ആ സിനിമ മുടങ്ങിപ്പോയിട്ട് പിന്നീട് ആ മകന്റെ വേഷം, നമുക്കറിയാം അതൊരു റിവെഞ്ച് ഡ്രാമയാണ്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ടഫ് ക്യാരക്ടറാണ്. അത് പിന്നീട് ഉണ്ണിമൂന്തനാണ് ചെയ്തത്. ജയസൂര്യ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ജയസൂര്യക്ക് വേറൊരു തരത്തിലുള്ള ഒരു ക്യാരക്ടർ ലഭിച്ചേനെ. പക്ഷെ ജയസൂര്യ അല്ല ആ ഒരു മകന്റെ ക്യാരക്ടർ ചെയ്തത്, അത് ഉണ്ണിമൂന്തനാണ് ചെയ്തത്. ഇതുപോലെ സൂരാജ് വെഞ്ഞാരമൂന്ന് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ ഡോക്ടർ ബിജുവിന്റെ പേരറിയാത്തവർ, അതും എനിക്ക് 1-2 നടന്മാരുടെ അടുത്ത് ഡോക്ടർ ബിജു ആദ്യം സംസാരിച്ചിരുന്നു. അതിലൊന്ന് ജയസൂര്യയായിരുന്നു. ജയസൂര്യ അടുത്ത് സംസാരിച്ച് ജയസൂര്യയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രശ്നമായതുകൊണ്ടാണ് പിന്നീട് സൂരാജിന്റെ അടുത്ത് പോയത്. ചിലപ്പോൾ ജയസൂര്യക്ക് അത് ചെയ്തിരുന്നെങ്കിൽ നാഷണൽ അവാർഡ് കിട്ടുമായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ജയസൂര്യക്ക് അതൊരു നല്ലൊരു ക്യാരക്ടർ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. പിന്നെ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ, അത് ജയസൂര്യ തന്നെയാണ് ഒരിക്കലും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് ജയസൂര്യ നായക വേഷമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ്. ആ സമയത്ത് ചെങ്ങാതി പൂച്ച റിലീസ് ചെയ്തു. പിന്നെ നായക വേഷമായിട്ട് കങ്കാരു എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥയൊക്കെ വന്ന് നിൽക്കുന്നു. അപ്പൊ ജയസൂര്യ നായകനായിട്ട് ചെയ്യാമെന്ന് നമുക്ക് ചോട്ടാ മുംബൈയിലെ ഏതൊരു വേഷത്തിൽ വിളിച്ചു. എനിക്ക് തോന്നുന്നു ഇന്ദ്രജിത്തിന്റെ വേഷമായിരിക്കാം. ജയസൂര്യ പറഞ്ഞു ഞാനത് റിജക്ട് ചെയ്ത് ഞാൻ നായകനായി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കങ്കാരുവിന്റെ കഥയൊക്കെ ഡെവലപ്പ് ആയി വന്നപ്പോൾ എനിക്ക് തോന്നിയത് അതിൽ വില്ലൻ റോളാണ് ആപ്റ്റ് എന്നുകൊണ്ടാണ് ജയസൂര്യ ആ വില്ലൻ വേഷം പിടിച്ചു വാങ്ങി മറ്റേത് പൃഥ്വിരാജിനെ കൊണ്ട് അഭിനയിപ്പിച്ചത്. അപ്പോൾ ചോട്ടാ മുംബൈയിലെ ജയസൂര്യ ഏത് റോളാണ് റിജക്ട് ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നമ്മളോടൊന്ന് ഷെയർ ചെയ്യാം. എന്തായാലും നമുക്കറിയാം ജയസൂര്യ സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി. ശരിക്ക് ഇപ്പൊ ജയസൂര്യ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് കത്തനാർ, അതായത് അദ്ദേഹത്തിന്റെ ഒരു സിനിമ എനിക്കൊന്ന് റിലീസ് ചെയ്തിട്ട് 2023 തോന്നുന്നു ലാസ്റ്റ് ഒരു സിനിമ റിലീസ് ചെയ്തത്. അതിനുശേഷം സിനിമകൾ വന്നിട്ടില്ല. ഇപ്പോ കത്തനാറാണ് ഇനിയിപ്പോ അടുത്ത റിലീസ് ആവാൻ പോകുന്നത്. പിന്നെ ആട് 3 ഉണ്ട്. പിന്നെ മിഥുൻ മാനുവലിന്റെ പ്രൊഡക്ഷനിൽ വിനായകനൊക്കെ ആയിട്ടൊരു സിനിമ വരുന്നുണ്ട്. അപ്പൊ വീണ്ടും എനിക്കൊണ്ട് കാന്താര 2 ഈ പറഞ്ഞ ജയസൂര്യ അഭിനയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെന്തായാലും ഇപ്പോ ഈ വർഷം തന്നെ റിലീസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്നിട്ട് ജയസൂര്യയുടെ ഒരു വെർസറ്റൈൽ ആക്ടർ തന്നെയാണ് ജയസൂര്യ. അതായത് വില്ലനായിട്ടും നായകനായിട്ടും ഒക്കെ തകർത്ത് അഭിനയിക്കാൻ കഴിവുള്ള, വളരെ റേഞ്ചുള്ള, വളരെയധികം ഇംപ്രൂവിങ് എന്താ പറയാ, ഓരോ സിനിമ കഴിയുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു നടനാണ്. കാരണം നമുക്കറിയാം ഊമപ്പെണ്ണും സ്വപ്നക്കൂടും ചെയ്യുന്ന സമയത്തുള്ള ജയസൂര്യ അല്ല പിന്നീട് നമ്മൾ വെള്ളം പോലത്തെ സിനിമകളിലൊന്നും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനിയും ജയസൂര്യയുടെ മികച്ച കഥാപാത്രങ്ങൾ വരുന്നേ ഉള്ളൂ. എന്തായാലും ജയസൂര്യക്ക് ഒരു ജന്മദിനാശംസകൾ. നിങ്ങളെ ജയസൂര്യയുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് നമ്മളോട് ഷെയർ ചെയ്യാം.